ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ജർമ്മനിയിലെ എന്റെ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ജർമ്മനിയിലൊട്ടാകെ ഇപ്പൊ അക്കോമഡേഷന്റെ പേരിൽ ഒരുപാട് സ്കാമുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരും അതിലൊന്നും പോയി ചാടാതിരിക്കുക. ഇങ്ങനെയുള്ള സ്കാംസുകളിലൊക്കെ വീഴാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സിംഗിൾ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ ഒരാൾക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ജർമ്മനിയിലെ മിക്ക സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റുകളും ഇങ്ങനെയാണ്. പക്ഷേ ഇതുപോലെ തന്നെ ആവണം എന്നില്ല. ഇന്റീരിയേഴ്സും കാര്യങ്ങളും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ഇതില് ഈ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ സാധനമാണ് ഹീറ്റർ അഥവാ ഹൈറ്റ്സും. ജർമ്മനിയിലെ എല്ലാ വീടുകളിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഹൈറ്റ്സുകൾ കാണാൻ സാധിക്കും. ഇവിടെ വിന്റർ ആകുമ്പോൾ റൂം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു സാധനത്തിലൂടെയാണ്. ഇതുപോലെ ഒരുപാട് ഹീറ്ററുകൾ ജർമ്മനിയിൽ അവൈലബിൾ ആണ്. ഇതിന്റെ പേരാണ് തെർമോസ്റ്റാറ്റ്. നമ്മുടെ നാട്ടിൽ ഒരു മുറിയിൽ ഒരു ഫാൻ എത്ര ഇമ്പോർട്ടന്റ് ആണോ അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ഹൈറ്റ്സുകൾ. ഇവിടുത്തെ ചില അപ്പാർട്ട്മെന്റുകൾ നമ്മൾ റെന്റിനെടുക്കുമ്പോൾ നമ്മൾ കിച്ചൺ എല്ലാം ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ തന്നെ ഫർണിച്ചേഴ്സ് ഒക്കെ നമ്മൾ തന്നെ സെറ്റ് ചെയ്യേണ്ടി വരും. ചില അപ്പാർട്ട്മെന്റ്സ് ചിലപ്പോൾ ഫർണിഷ്ഡ് ആയിരിക്കും. അങ്ങനെ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫർണിച്ചറുകൾ കണ്ടുപിടിക്കാനും അത് ട്രാൻസ്പോർട്ട് ചെയ്യാനുമുള്ള എക്സ്പെൻസുകളിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു. ഈ അപ്പാർട്ട്മെന്റ് 45 സ്ക്വയർ മീറ്റേഴ്സ് ആണ്. സിംഗിൾ പേഴ്സണ് 45 സ്ക്വയർ മീറ്റേഴ്സ് ഒക്കെ ഇനഫ് ആണ്. ഇവിടെ ചില സ്ഥലങ്ങളിൽ സ്ക്വയർ മീറ്റേഴ്സ് അനുസരിച്ചാണ് റെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു ചെറിയ കിച്ചണും ഡൈനിങ് ഏരിയയും എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾ ജർമ്മനിയിലേക്ക് വരാനിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതാണ് ജർമ്മനിയിലെ പ്ലഗ് പോയിന്റ്. നാട്ടിലെ അഡാപ്റ്ററുകളും പ്ലഗുകളൊന്നും ഇതിൽ കുത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ ഇന്റർനാഷണൽ അഡാപ്റ്ററുകളും കൂടെ കരുതുക. ഇതാണ് എന്റെ റൂമിലേക്ക് കയറി വരുന്ന ഒരു ചെറിയ പാത്വേ. ഇവിടെയാണ് ഞാൻ എന്റെ ഷൂസും ജാക്കറ്റുകളും ഒക്കെ തൂക്കിയിട്ടിരിക്കുന്നത്. സൈഡിൽ കാണുന്നത് എന്റെ ഒരു വലിയ അലമാരിയാണ് കേട്ടോ. അത് നല്ല ഭംഗിയിലിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ തുറന്നു കാണിക്കാത്തത്. ഈ അടുത്തത് എല്ലാവർക്കും എല്ലാ ദിവസവും ആവശ്യമുള്ള ഒരു മുറിയാണ്. അതേ ഗൈസ്, ബാത്റൂം. ഒരു കാര്യം ഞാൻ വീണ്ടും പറയാം, ജർമ്മനിയിലെ 10,000-കണക്കിന് സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റുകളിൽ ഒരെണ്ണം മാത്രമാണിത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റുകളും ഇങ്ങനെ ആകണമെന്നും ഞാൻ ഈ അക്കോമഡേഷൻ കണ്ടുപിടിച്ചത് ഇമ്മോസ്കൗട്ട് എന്നുള്ള ഒരു ആപ്പ് വഴിയാണ്. അതുപോലെ തന്നെ ഒരുപാട് ആപ്പുകൾ ജർമ്മനിയിൽ അവൈലബിൾ ആണ്. അതുപോലെ അക്കോമഡേഷനുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പുകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ വഴി അക്കോമഡേഷൻ കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാണുന്നതിന് മുന്നേ ഒരിക്കലും പോയി അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കരുത്. ആദ്യം തന്നെ അപ്പാർട്ട്മെന്റ് കണ്ട് ഉറപ്പുവരുത്തുക. എന്നിട്ട് മാത്രം പോയി പേയ്മെന്റ് ചെയ്യുക. കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോകുമ്പോൾ ജർമ്മനിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഒരാളെ കൂടെ കൂടുക. അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കോൺട്രാക്ട് ഓൺലൈൻ ആയിട്ടെങ്കിലും അയച്ചു കൊടുത്ത് ചെക്ക് ചെയ്യിപ്പിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാട്ടോ. ബൈ ബൈ.